ഈ തായ്ലൻഡിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇതെന്ന് ഈ പുലിപ്പല്ലെന്നല്ലേ വേടൻ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഈ അതൊരു തരം സ്മഗ്ലിങ്ങിൻ്റെ കാറ്റഗറിയിൽ കൂടി പെടില്ലേ? കാരണം ഇതൊന്നും അങ്ങനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ നിയമം അനുവദിക്കുന്നതല്ലല്ലോ. ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ഇത് നിയമം അനുവദിക്കുന്നതല്ല. പ്രാഥമികമായി ചെയ്തിട്ടില്ല, കയ്യിൽ കിട്ടിയിട്ടില്ല. കസ്റ്റഡി ചെയ്ത് സാധനം സീസ് ചെയ്ത് പരിശോധിച്ചതിന് ശേഷം നടപടി എടുക്കും. ഇല്ല, അതിന് മുമ്പ് തന്നെ നമുക്ക് കണ്ടറിയാൻ പറ്റും. ജസ്റ്റ് എക്സ്പീരിയൻസ് ഉള്ളവരാണ്, അറിയാൻ പറ്റും. ഒരു സെക്കൻഡ്. പ്രാഥമികമായ പരിശോധന എന്താ ബോധ്യപ്പെട്ടിരിക്കുന്നത്? ഇല്ല, ഞങ്ങൾ പരിശോധന നടത്തിയിട്ടില്ല. ഇപ്പോൾ കൊണ്ടുവരുമ്പോഴേ ചെയ്യുള്ളൂ. പ്ലീസ്. കോടനാട് റേഞ്ച് ഓഫീസറുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അതായത് പ്രാഥമികമായി അവർ പരിശോധന അവിടെ വിജിലൻസ് വിഭാഗമാണ് നടത്തിയിരിക്കുന്നത്. ഇനി ഈ മാല കയ്യിലേക്ക് കിട്ടണം. കയ്യിലേക്ക് കിട്ടിയ ശേഷം കൂടുതൽ നടപടികൾ ഉണ്ടാകും. അതാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. കോടനാട് നിന്നുള്ള കൂടുതൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് ഇങ്ങോട്ടേക്ക് എത്തിച്ചേരാനും ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലയാറ്റൂർ DFOക്ക് കൃത്യമായും ഇതിൽ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ലഭിക്കുകയും അതിനെ തുടർന്നുള്ള നടപടികളാണ് ഇപ്പോൾ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. എന്തായാലും വേടനെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്താനാണ് വനംവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനുള്ള OR എന്നാണ് പോലീസിൻ്റെ FIR പോലെ വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം OR എന്നാണ് പറയുന്നത്, ഒക്കറൻസ് റിപ്പോർട്ട്. അതിലേക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പോകും. അതിന് മുന്നോടിയായി പോലീസിൽ നിന്നുള്ള റിപ്പോർട്ട് അവർക്ക് കിട്ടണം. ആ റിപ്പോർട്ടിന് വേണ്ടിയാണ് അവർ കാത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മാല വനംവകുപ്പിന് കൈമാറുകയും ചെയ്യണം. അതിനുശേഷം അതിൻ്റെ ഫോറൻസിക് പരിശോധന കൂടി ഉണ്ടാകും. അക്കാര്യമാണ് അല്പം മുമ്പ് കോടനാട് റേഞ്ച് ഓഫീസർ വ്യക്തമാക്കിയത്. ദിവിഷ്. ശരി, പിന്നിലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നതിലും വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് വളരെ വൈകാതെ തന്നെ ഒരു ഔദ്യോഗിക പ്രതികരണം കൂടി ഉണ്ടാകും. പ്രാഥമികമായ നിഗമനം അത് പുല്ലിപ്പല്ല് തന്നെയാണ്. ഇപ്പോൾ അദ്ദേഹം പ്രതികരിക്കാൻ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവുന്നതാണ് അനുഭവം. പെട്ടെന്ന് തന്നെ അവർക്ക് തിരിച്ചറിയാൻ കഴിയുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി നിയമപരമായി കൂടുതൽ കടുത്ത നടപടികളാണ് വേടൻ നേരിടേണ്ടി വരിക. നമുക്ക് ആ വാഹന പരിശോധനയിലേക്ക് പോകാം. വിഷ്ണു, വാഹന പരിശോധന ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അതെന്താണ് ഇപ്പോൾ നടക്കുന്ന നടപടികൾ എന്താണ്? വിശദമായിട്ടുള്ള പരിശോധന നടന്നു വരികയാണ്. നേരത്തെ വാഹനത്തിൻ്റെ മുൻവശങ്ങളിലെ ഡോറും അതുപോലെ തന്നെ പിൻ സീറ്റും എല്ലാം പരിശോധന നടത്തിയിരുന്നു. അതിനുശേഷം വാഹനം കുറച്ച് മുൻപോട്ടെടുത്ത് ആ പരിശോധന കുറച്ചുകൂടി സുഗമമായി നടത്താനായി അതിൻ്റെ പിൻവശത്തുള്ള ഡിക്കി തുറന്നുള്ള പരിശോധനയ്ക്കടക്കം വാഹനം കുറച്ച് മുന്നോട്ട് കയറ്റിയിട്ടുള്ള പരിശോധന നടത്തിയിരുന്നു. നമുക്കിപ്പോൾ മനസ്സിലാകുന്നത് സംശയാസ്പദമായിട്ടുള്ള അല്ലെങ്കിൽ ലഹരി വസ്തുക്കളോ അത്തരത്തിലൊന്നും കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ 2 പേര് ഈ സംഘത്തിൽ ഉൾപ്പെട്ട 9 പേരാണ് ഇവരിൽ ഉണ്ടായിരുന്നത്. അതിൽ 2 പേരെ ആണ് ഈ വാഹനം ഓടിച്ചു വന്നവരാണെന്നാണ് മനസ്സിലാക്കുന്നത്. അവരെ താഴെ ഇറക്കിയാണ് പോലീസ് ഇപ്പോൾ ഒരു പരിശോധന നടത്തിയത്. വിശദമായിട്ടുള്ള പരിശോധന നടക്കുന്നുണ്ട്. കൂടുതലായിട്ടുള്ള ലഹരി വസ്തുക്കൾ ഉണ്ടോ എന്നുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ കഴിഞ്ഞത്. എനിക്ക് തോന്നുന്നു അത് മറ്റൊരു വാഹനം കൊണ്ട് 2 വാഹനത്തിലായിട്ടാണ് ഇപ്പോൾ ഈ ഒരു സംഘം വന്നതെന്നാണ് പോലീസിൻ്റെ ഒരു സംസാരത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവരിപ്പോൾ ആദ്യം വന്ന ഒരു ഇന്നോവ വാഹനം, ഒരു വൈറ്റ് ഇന്നോവ വാഹനം, അതിലെ പരിശോധന പൂർത്തിയാക്കി ഇപ്പോൾ അവരെ മറ്റ് വിസിറ്റേഴ്സ് പാർക്കിങ്ങിലുള്ള മറ്റൊരു വാഹനത്തിലോട്ട് കൊണ്ടുപോവുകയാണ്. ഇതിപ്പോൾ ഇവിടെ ഈ ഫ്ലാറ്റിൽ താമസിക്കുന്നവരുടെ പാർക്കിങ്ങിലായിരുന്നു ഈ ഒരു ഇന്നോവ വാഹനം കിടന്നത്. അവിടുത്തെ പരിശോധന പൂർത്തിയാക്കി. ഇവിടെ സംശയാസ്പദമായിട്ടുള്ള ഒന്നും കണ്ടെത്തിയിട്ടില്ല. സംശയാസ്പദമായിട്ടുള്ള ഒരു വൈറ്റ് ഷർട്ടിൽ ഒരു ഗ്രീൻ കളർ പാറ്റേണിലുള്ള ഡിസൈനുള്ള ആ വ്യക്തിയും അതുപോലെ തന്നെ ആ സ്പെക്സ് വെച്ചിട്ടുള്ള ആളുമാണ് ആ സംഘത്തിൽ ഉൾപ്പെട്ടതെന്നാണ് മനസ്സിലാക്കുന്നത്. അവരെയാണ് പോലീസ് കൊണ്ടുവന്നത്. ഈ വാഹനം ഓടിച്ചു വന്നവർ അവരാണ്. അപ്പോൾ അവരെ കൊണ്ടുവന്നാണ് ഈ വാഹനത്തിലുള്ള പരിശോധന നടത്തിയത്. ഇപ്പോൾ അവരെ മറ്റൊരു വാഹനം കൂടി ഉണ്ട്. ആ ഒരു വിസിറ്റേഴ്സ് പാർക്കിങ്ങിലാണ് ആ വണ്ടി കിടന്നത്. ഇതിപ്പോൾ ഈ ഫ്ലാറ്റിൽ താമസിക്കുന്നവരുടെ അവർക്കുടെ പാർക്കിങ്ങിലായിരുന്നു ഒരു വെള്ള ഇന്നോവ വാഹനം കിടന്നത്. ഇനിയിപ്പോൾ മറ്റേ വാഹനത്തിലോട്ട് കൂടി രണ്ടാമതായിട്ട് വന്ന വിസിറ്റേഴ്സ് പാർക്കിങ്ങിൽ കിടക്കുന്ന ഒരു വാഹനം, ആ വാഹനത്തിലേക്കുള്ള പരിശോധനയ്ക്കായിട്ടാണ് ഇപ്പോൾ ഇവരെ പോലീസ് കൊണ്ടുപോകുന്നത്. മറ്റ് വേടൻ ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും ആ ഫ്ലാറ്റിൽ തന്നെയാണ് ഉള്ളത്. അവരെ അവിടെ നിന്നും പുറത്തിറക്കിയിട്ടില്ല. ഈ 6 ഗ്രാം കഞ്ചാവ് തന്നെയാണ് കണ്ടെത്തിയതെന്നാണ് അല്പം മുൻപ് പോലീസിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഇതിനുശേഷം ഈ വാഹനത്തിലടക്കം പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം ഇവരെ വൈദ്യപരിശോധനയ്ക്ക് തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. ഇപ്പോൾ വിസിറ്റേഴ്സ് പാർക്കിങ്ങിൽ കിടക്കുന്ന ആ വാഹനത്തിലോട്ടാണ് അവർ പോകുന്നത്. ഈ 2 പേരുമാണ് ഇപ്പോൾ ആ മുറിയിൽ നിന്ന് 9 പേര് ഉള്ള ആ സംഘത്തിലെ 2 പേരാണ് ഇപ്പോൾ ഈ പുറത്തോട്ട് പോലീസ് കൊണ്ടുവന്നത്. അവരുടെ മറ്റു വിവരങ്ങളോ കാര്യങ്ങളോ പേര് വിവരങ്ങളൊന്നും അടക്കം നമുക്ക് ലഭ്യമായിട്ടില്ല. ഏതായാലും പോലീസ് അവരുടെ പരമാവധി തെളിവുകൾ ഉള്ളത് എന്തൊക്കെയാണോ അതെല്ലാം ശേഖരിക്കാനുള്ള ഒരുക്കത്തിലാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു പരിശോധന നടക്കുന്നത്. അവർ
ഫ്ലാറ്റിന്റെ തന്നെ അവർ താമസിച്ചിരുന്ന ആ ഒരു ഫ്ലാറ്റിന്റെ ഇന്ന് രാവിലെയാണ് ഹിൽ പാലസിലെ ഫ്ളാറ്റിൽ നിന്ന് ലഹരി കൈവശം വെച്ചതിന്, കഞ്ചാവ് കൈവശം വെച്ചതിന് പോലീസ് പിടികൂടിയത്. നിയമപ്രകാരം ജാമ്യം കിട്ടുന്ന അളവിലുള്ള കഞ്ചാവാണ് അവരുടെ കൈവശം ഇരുന്നത് എങ്കിലും പക്ഷേ കടുത്ത നടപടികളിലേക്ക് തന്നെ പോകുന്നു. അവരുമായി അതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിനിടയിലാണ് വേടൻ്റെ കഴുത്തിലെ മാല പോലീസ് ശ്രദ്ധയിൽപ്പെടുന്നത്. അത് പുലിപ്പല്ലാണ്, അത് തായ്ലൻഡിൽ നിന്ന് കൊണ്ടുവന്നതാണ് എന്നാണ് വേടൻ നൽകിയിരിക്കുന്ന മൊഴി. ഇപ്പോൾ അത് അങ്ങനെ ഒരു വിവരം പുറത്തു വന്നതോടുകൂടി വനവകുപ്പ് സ്വാഭാവികമായിട്ടും സംഭവത്തിൽ ഇടപെടുന്നു. വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെ പ്രാഥമിക പരിശോധന അത് പുലിപ്പല്ലാണെങ്കിൽ അതടക്കമുള്ള വന്യജീവി ഇത്തരം സാധനങ്ങൾ കൈവശം വയ്ക്കുന്നത് നിയമവിരുദ്ധമായ നടപടികളാണ്. അതിനനുസരിച്ചുള്ള വകുപ്പുകൾ കൂടി ചേർത്ത് ഒപ്പം അത് എങ്ങനെ ഇന്ത്യയിലേക്ക് എത്തിച്ചു എന്നത് മറ്റൊരു വിഷയം കൂടി. അത് അതിനനുസരിച്ചുള്ള നടപടികൾ കൂടി ചേർത്താണ് ഇനി നിയമ കാര്യങ്ങളിലേക്ക് പോലീസും വനംവകുപ്പും ഒക്കെ പോകാനിരിക്കുന്നത്. ആ സംഘത്തിൽപ്പെട്ട രണ്ടുപേരുമായി ചേർന്നാണ് പോലീസ് ഇപ്പോൾ വാഹനങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിൽ പാലസിൽ വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരെത്തിയിരിക്കുന്നു. ഇവരുടെ വാഹനങ്ങൾ പരിശോധിച്ച് ഇപ്പോഴും ബാക്കി 7 പേർ, വേടനടക്കമുള്ള 7 പേർ ആ ഫ്ലാറ്റിൽ തന്നെ തുടരുന്നുവെന്നാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ഇത്ര വലിയ ഒരു വാർത്തയും ആകുന്നത് റാപ്പർ എന്ന നിലയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ വളരെ തരംഗമായി നിന്ന ഒരു ഗായകനാണ് ഹിരൺദാസ് എന്ന വേടൻ. സിനിമകളിലടക്കം വലിയ ഹിറ്റ് പാട്ടുകൾ പാടി മിക്ക പരിപാടികളും ദിവസങ്ങൾക്ക് മുൻപ് തലസ്ഥാനത്തെ ഒരു വലിയ സംഗീത പരിപാടിയിൽ പങ്കുചേരുന്നു. സംസ്ഥാന സർക്കാർ തന്നെ നേതൃത്വം നൽകുന്ന ഇടുക്കിയിൽ നടക്കുന്ന നാളെ നടക്കാനിരിക്കുന്ന പരിപാടിയിൽ പാടാനിരുന്നതാണ്. അതിപ്പോൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഈ പരിപാടികളിലൊക്കെ പലപ്പോഴും പറഞ്ഞത് ലഹരിക്കെതിരായ അല്ലെങ്കിൽ ബോധവൽക്കരണം എന്ന നിലയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞു. ഇതിനു മുൻപ് ലൈംഗിക ആരോപണം നേരിട്ടപ്പോൾ അതിൽ സോഷ്യൽ മീഡിയയിലൂടെ വന്ന് ക്ഷമാപണമൊക്കെ നടത്തിയിട്ടുള്ള ആളാണ് ഈ വേടൻ. ഇപ്പോൾ ഇതാ ഒരു ഭാഗത്ത് വേദികളിൽ നിന്ന് ഉപദേശം നൽകുമ്പോഴാണ് ഫ്ളാറ്റിലിരുന്ന് കഞ്ചാവ് വലിച്ചിരുന്നത്. അത് ഇപ്പോൾ കൃത്യമായി പോലീസിൻ്റെ വലയിൽ വന്ന് വീഴുകയും ചെയ്തിരിക്കുന്നു.